എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നവരാത്രി സ്പെഷ്യൽ അവല് വിളയിച്ചതാണ്. അവല് വിളയിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഡ്രൈ ആയി പോകാറുണ്ടെന്ന് പല കൂട്ടുകാരും പറയാറുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അവല് വിളയിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനേക്ക് ആവശ്യമായ മധുരത്തിനായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 200 ഗ്രാം അളവിൽ അവല് വിളയിച്ചെടുക്കുന്നതിനായിട്ട് 350 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി 1 ഗ്ലാസ് വെള്ളത്തിൽ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. കൂടെ തന്നെ ഒരു നാളികേരം കൂടെ നമുക്ക് തിരുമ്മി വെക്കണം. അവല് വിളയിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് നാളികേരം ഇട്ടുകൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം അവിലിന് 1/2 കിലോ അളവിലാണ് ശർക്കര ആവശ്യമായിട്ടുള്ളത്. ഇനി ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ശർക്കര പാനി മുഴുവനും തന്നെ ഈ ഒരു നാളികേരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നാളികേരവും ശർക്കര പാനിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ചേർക്കണം. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി ഒന്ന് വരണ്ട് വരുന്ന ഭാഗമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അവില് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവില് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു മധുരമെല്ലാം തന്നെയും അവിലേക്ക് ഒന്ന് പിടിച്ചത് കിട്ടുന്നത് വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബദാം പരിപ്പും ഷൂസും കുറച്ച് കടലപ്പരിപ്പും കുറച്ച് നെയ്യിൽ ഒന്ന് വറുത്തുകൂടി എടുക്കാം. നല്ല പോലെ മൂത്ത് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടും. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിലിലേക്കാണ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അവില് വിളയിച്ചത് ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ ഫുൾ വീഡിയോ കൊണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുക.